അശ്വിൻ നല്ല ക്യൂട്ടാണ്. അതിങ്ങനെയൊക്കെ മീൻസ് പറയുന്നില്ലേ, നല്ല ഒരു ഹസ്ബൻഡാണ് നമുക്ക്. അത് അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, അത് നല്ല കേൾക്കാൻ നേരത്ത് നല്ല, ബിക്കോസ് അതാണല്ലോ നമ്മൾ കേൾക്കാൻ വേണ്ടി. നമ്മളെ കുറച്ച് നല്ല ആൾക്കാർ നമ്മളിങ്ങനെ പറയുന്നത്, നമ്മൾ കാണാൻ കൊള്ളാം ഇങ്ങനെ, അയ്യോ എന്ത് ചിരിയായി അടിപൊളിയായിരുന്നു. ഇതേ ചിരി തന്നെയായിരുന്നു അപ്പോഴും. പല്ലിന് ഞാൻ വേറെ ഒരു മാറ്റവും ഞാൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പണ്ടും ചിരിച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ്റെ വോയിസ് കൊള്ളാൻ, ഇതേപോലെ തന്നെ തരൂല പാടിക്കൊണ്ടിരിക്കണം തന്നെയായിരുന്നു. ആരും തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല, അപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം ആൾക്കാരെ കുറച്ച് കാണുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രൈവസി നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത് ഓവർ ആയിട്ടിങ്ങനെ ആക്ച്വലി നമ്മൾ കേൾക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് ഒരു ഹെഡ് വെയിറ്റ് എന്ന് പറയത്തില്ലേ, അതെനിക്ക് വരാറില്ല. എന്തെന്ന് പറയട്ടെ, ബിക്കോസ് ഇതൊന്നും ഞാൻ എന്താ പറയുക, സത്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ദിയ കൃഷ്ണനെ ആക്ച്വലി കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ ഒരു റെക്കഗ്നിഷൻ. അപ്പോൾ അത് സത്യമോ അല്ല, അതുകൊണ്ട് എന്താണ് ആ ഹെഡ് വെയിറ്റ് ആക്ച്വലി വരുന്നില്ല. ഞാൻ ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ബിക്കോസ് അതെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഞാൻ പറയത്തില്ലേ, ഞാൻ ഇതിനു മുമ്പ് ഏതൊരു ഇൻ്റർവ്യൂവിൽ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലയിൽ വെക്കുന്ന ആ കിരീടമുണ്ടല്ലോ, അത് ആക്ച്വലി വന്ന് എന്തായിട്ട് വെയിറ്റ് ആയിട്ടിരിക്കുക. പക്ഷെ അത് താങ്ങി നിൽക്കുന്ന തലയുണ്ടല്ലോ, അത് വെയിറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. അന്നായിരിക്കും അഴിവുകാലം. അന്ന് അഴിവുകാലം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വേണ്ട എന്തായിരുന്നു, ആൾക്കാർ ഇങ്ങനെ ആക്ച്വലി പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ബിക്കോസ് അത് കിട്ടാത്തവനെ അത് ഉള്ളൂ, അത് മനസ്സിലായില്ലേ. പക്ഷെ ഇതൊന്നും സത്യമല്ല. ശരി, ഓക്കെ, രാത്രി നമ്മളൊരു സാധാരണ ഒരു, അതേപോലെ തന്നെ കുറ്റവും മനസ്സിലായില്ലേ. അതേപോലെ തന്നെ കുറ്റം വരുമ്പോഴേക്ക് അത് ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പേഴ്സണലി നമ്മൾ എടുക്കും. ബിക്കോസ് നമ്മൾ ഭയങ്കര ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യത്തിൽ. നമ്മൾ എന്നറിയട്ടെ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ആക്ച്വലി പറയാൻ നേരത്ത് നമ്മൾ അത് അഫക്റ്റ് ആവുന്നില്ലേ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ നമ്മുടെ ഈ ലൈക്കൊക്കെ ആക്ച്വലി നോക്കാൻ നേരത്തെ ഒരു 11,000 ലൈക്ക് അല്ലെങ്കിൽ ഒരു 5,000 ലൈക്ക് പോട്ടെ, ഒരു 200 ലൈക്ക് എന്ന് വിചാരിച്ചോളൂ. ഒരു പോസ്റ്റ് നമ്മൾ ആക്ച്വലി 200 പേര് നമ്മളെ ഇഷ്ടപ്പെട്ടു, കമൻറ്റും ചെയ്തെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമ്മൾ ഈ കുറ്റം കാരണം എന്താ നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നില്ല. ഇതേ നമ്മൾ നേരെ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു 10 പേര് വന്ന് പറയണം, അയ്യോ കാണാൻ കൊള്ളാലും അടിപൊളി, ഒരു 5 പേര് വന്ന് പറയുകയാണ് കാണാൻ, നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കാട്ടി റെക്കഗ്നേഷൻ ആക്ച്വലി കിട്ടി. പക്ഷെ എന്നിട്ടും ദാറ്റ് ഈസ് നോട്ട് ഇനഫ് എന്ന് ആക്ച്വലി തോന്നിപ്പിക്കുന്നു അത്. അപ്പം അതൊരു മായാ ലോകമാണ്. അത് എവിടെ നമ്മൾ ആക്ച്വലി എല്ലാം സത്യമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മൾ ഒരു മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ്സ് എടുക്കണം, പോസിറ്റീവ് കമൻറ്റ്സ് എടുക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഇറ്റ്സ് യു ഇസ് യു എവറി ഡേ. അത് അത്രേ ഉള്ളൂ. അത് ഏത് ഫീൽഡായാൽ പോലും കുഴപ്പമില്ല. ഈ സിനിമ ആയാൽ പോലും കുഴപ്പമില്ല, ഈ ഹീറോസ് ആയാൽ പോലും. ബിക്കോസ് ഫ്ലോപ്പ് പടം വരാറുണ്ട്. പകുതി കാലം എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ നല്ല എപ്പോഴോ കേട്ടത് പോലെ തോന്നുന്നു. പെട്ടെന്ന് മിസ്റ്റർ കൃഷ്ണകുമാർ എവിടേക്കോ പറഞ്ഞ കുറെ കാലമായിരിക്കും ഇയാൾക്കങ്ങ് ഇൻഫ്ലുവൻസ് നല്ല നല്ല കാര്യങ്ങൾ ആക്ച്വലി എടുക്കണം. ബിക്കോസ് ഇവരൊക്കെ എല്ലാവർക്കും എന്താ ലൈം ലൈറ്റിൽ വന്ന് വളർന്നവർക്കാണ്. അതുകൊണ്ട് ഉണ്ടല്ലോ ഇവർക്കൊന്നും അതിന്റെ മീൻസ് എന്താ ഒരു മീൻസ് അതൊരു വലിയ കാര്യമായിട്ട് ഇവർ ആക്ച്വലി എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് എൻ്റെ അടുത്ത്. ബിക്കോസ് ഇപ്പോഴും അത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. അല്ല, അത് തന്നെയാണ് ആവശ്യം. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര, നമുക്ക് അങ്ങനെയല്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഞാൻ പ്രൈവസി നഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതം ആക്ച്വലി ഓടുന്നതേ ഈ വ്യൂവേഴ്സ് ആക്ച്വലി കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഈ ഇതൊക്കെ അവരില്ലെങ്കിൽ നമ്മളില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈവസി നഷ്ടപ്പെട്ടോ അങ്ങനെയൊന്നുമില്ല. ആര് വന്നാലും സംസാരിക്കും. എന്ത് 2 മിനിറ്റ് സമയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. ഒരു പട്ടിക്ക് പോലും വേണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. അപ്പം ആർക്കും വേണ്ടായിരുന്നു. അപ്പം ഒരാളിങ്ങനെ വന്ന് നമ്മളെ സ്നേഹപൂർവ്വം ആക്ച്വലി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രൈവസി നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ ഒരു പ്രാവശ്യം വിചാരിച്ചാൽ പിന്നെ അധികം കാലം വേണ്ട തിരിച്ചങ്ങോട്ട് പോവാൻ, മനസ്സിലായില്ലേ. സോ വി ഓൾവേസ് എന്താ നമ്മൾ നല്ലതാ, നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഇപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനിക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഇത്രയും സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ.
അപ്പം അതൊന്നും ഇപ്പൊ ഇങ്ങനൊരു ചതിവ് പറ്റിയപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് വന്ന സമയത്ത് നമുക്കൊരു ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെറുതായോ നമ്മുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും വരുമല്ലോ. പക്ഷെ ഓസ് ഇത് കേൾക്കേണ്ട സമയത്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു ശരിക്കും അത്? അയ്യോ ആണ്, ഞാൻ സ്വന്തമായി അക്സെപ്റ്റ് ചെയ്തു. എന്റെ ശ്രദ്ധയില്ലായ്മയും എന്റെ ഇറസ്പോൺസിബിലിറ്റി, എന്റെ ഈ ബ്രാൻഡിനുള്ള ഡെഡിക്കേഷൻ കുറഞ്ഞത് തന്നെയാണ് എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കറക്റ്റ് സമയത്ത് സ്റ്റോക്ക് ചെക്ക് ചെയ്തില്ല. അത് എനിക്ക് വയ്യാതായിരുന്നു. അതൊരു എനിക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സ്ക്യൂസ് അതാണ്. അത് എനിക്ക് പറ്റൂ, വേറൊന്നും എൻ്റെ ഇതിനകത്ത് പറയാനില്ല. പിന്നെ അശ്വിൻ്റെതായ ഒരു വർക്ക് ഉണ്ട്. അയാളുടെ വർക്കിനകത്ത് ആ പ്രോജക്റ്റിനകത്ത് സീനിയർ അനലിസ്റ്റ് ഇയാളാണ്. അപ്പോൾ പലർക്കും അറിഞ്ഞൂടാത്ത ഡ്യൂട്ടി ചെയ്യുന്ന ഇയാളാണ്. അപ്പൊ ഇയാളോട് എനിക്ക് അതൊക്കെ കളഞ്ഞിട്ട് അവിടെ എൻ്റെ ഓഫീസിൽ പോയി ഇരിക്കണോ എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അത് എൻ്റെ ഒരു ചെറിയ ഒരു ലോകമാണ്. അതിനകത്തോട്ട് എനിക്ക് ഇയാളെ വലിച്ചടിച്ചിടാൻ പറ്റില്ല. പക്ഷെ അഫ്കോഴ്സ് എൻ്റെ വെബ്സൈറ്റ് തൊട്ട് എൻ്റെ എല്ലാ ടെക്നിക്കൽ പരമായ കാര്യങ്ങളും എല്ലാം അശ്വിനാണ് ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ബേബി ഒന്ന് നോക്കണം, എനിക്കതെല്ലാം കൂടെ, എനിക്ക് ടെക്നിക്കൽ പരം ബേബി ഇല്ലെങ്കിൽ പറ്റൂല. ബട്ട് സ്റ്റിൽ എൻ്റെ എല്ലാ കാര്യം ഇവൻ തന്നെയാണ് നോക്കുന്നത്. എല്ലാം ഇവൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ എത്ര പേരുടെ മുന്നോളം ഞാൻ പറയാൻ റെഡിയാണ്. മാർക്കറ്റിംഗ് ആണ് എൻ്റെ സൈഡിൽ സ്ട്രോങ്. ബാക്കി ടെക്നിക്കൽ പരമായ എവറിത്തിങ് അശ്വിൻ ഇസ് ഡീലിങ്. ജൂവലറിയുടെ ബാർകോഡ് സെറ്റ് ചെയ്യുന്നതായാലും എല്ലാം അശ്വിനാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഓഫീസിനകത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ കൺട്രോളിലാണ്, മാർക്കറ്റിംഗ് എൻ്റെ കൺട്രോളിലാണ്, ടെക്നിക്കൽ പരമായ വെബ്സൈറ്റ് മുഴുവൻ അശ്വിൻ്റെ കൺട്രോളിലാണ്. ഇപ്പം എല്ലാം അഫ്കോഴ്സ് ഇറ്റ് ഇസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പൊക്കോണ്ടിരുന്നുണ്ട്. വരുന്ന ഒരു ചെറിയ വരുമാനം എന്ത് ആണെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് ആരും അറ്റ്ലീസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് എൻ്റെ അക്കൗണ്ടിൽ സേവിങ്സിൽ കിടക്കുന്നുണ്ട്. ഓൾറെഡി വീണ്ടും ശക്തമായി തന്നെ നമ്മൾ വി ആർ ബിൽഡിംഗ് ആർ എംപയർ. നമ്മളിപ്പോൾ കൊറോങ്കോടത്ത് പുതിയൊരു സ്റ്റോർ തുടങ്ങുന്നുണ്ട്. അത് മേ ബി സൂൺ വിത്തിൻ ഒരു 20 ഡേയ്സിനകത്ത് എന്തായാലും അതിന്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും. നമ്മളെല്ലാവരെയും ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. നല്ലൊരു ചെണ്ടമേളത്തോടൊരു ഇനോഗ്രേഷൻ. എന്റെ ഫാമിലിയെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട്. അവര് മതി. എനിക്ക് അവര് തന്നെയാണ് എന്റെ ഫാമിലി തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റവും. പ്ലസ് ഇപ്പൊ എന്റെ ഒരു വ്ളോഗ് ആയാലും ഇപ്പൊ എന്നെ ദിയ എന്ന് പറയുന്ന ഒരാളെ ഇത്രയും പേര് അറിഞ്ഞത് പോലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമാണ് കൃഷ്ണകുമാർ. പുള്ളി തന്ന പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ടാണ് ഞാൻ ആടിയത്. ഓക്കെ, ആടിയത് എൻ്റെ ടാലന്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ അടിയിലൊരു ബേസ് എന്നുള്ളത് അച്ഛൻ്റെ പേരിൽ തന്നെ വന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ, നമുക്ക് ഇത്രയും നല്ലൊരു ലൈഫ് ഉള്ളത് കൊണ്ട് നമുക്ക് തന്നത് അച്ഛനും അമ്മയും അവർ രണ്ടുപേരോട് ചേർത്ത. അവർ രണ്ടുപേരും അല്ലെങ്കിൽ ഈ ഫാമിലി മൊത്തം, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വ്ളോഗ് പോലും ഫാമിലി കാരണം ഫേമസ് ആയ പോലത്തെ വ്ളോഗ്സ് ആണ്. ആൾക്കാർക്ക് ഫാമിലി വ്ളോഗ്സ് ആണ് ഇഷ്ടം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ ദിവസവും രാവിലെ അടിച്ച് മീൻകറി ഉണ്ടാക്കിയെങ്കിൽ ഐ ഡോണ്ട് ഈവൻ തിങ്ക് ആരും കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അശ്വിൻ, ബേബി. ഇപ്പൊ ഇവരുടെ വീഡിയോയുടെ കൂടെയാണ് ഞാൻ, അതാണ് ആൾക്കാർ കാണുന്നത്. ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം അത്രത്തോളം ഒരു ഇതുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നേ എനിക്ക് പറയാൻ പറ്റും. അതിപ്പോ ഏതാണെങ്കിലും ബിസിനസ്സും ഫാമിലി വ്ളോഗ് ആയാലും എന്താണ്, എൻ്റെ ലൈഫ് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ മൈ ഫാമിലി എന്നേ എനിക്ക് പറയാൻ പറ്റും. ആ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഓരോ പ്ലാനിങ് ആഗ്രഹങ്ങളും ഞങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. സക്സസ് ഉണ്ട്, ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതാണ് രണ്ടുപേരുടെ ഒരു ഫ്യൂച്ചർ കോൾ പ്ലാൻ. എന്റെ അത് തന്നെയാണ്, എന്റെ ബിസിനസ് തന്നെയാണ് എന്റെ ഒരു എംപയർ എന്ന് പറയുന്നത്. അശ്വിന് പറ്റിയാൽ അവന്റെ സൈഡ് ഹോബി ആയിട്ട് എന്റെ ബിസിനസ് നോക്കി തന്നാൽ സന്തോഷം. ശരി, അശ്വിന്റെ കോൾ പ്ലാൻ, ഒരു ആഗ്രഹം എന്താ ശരിക്കും, ഒരു ഡ്രീം? എന്റെതോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഓബയോസി അല്ല. ബിക്കോസ് ഞാനിത് എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഞാനത് ഞാൻ ഓബയോസി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഓബയോസിയുടെ ഒരു പാട്ട് പോലും എനിക്ക് ആവാൻ ഒരു താല്പര്യം ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഓബയോസി എന്നൊരു സ്ഥാപനം പുള്ളിക്കാരി തുടങ്ങിയത്, ഇറ്റ്സ് ഹെർ തിങ്. ഓക്കെ, പുള്ളിക്കാരിയാണ് ഇത്രയും ഫേമസ് ആക്കിയത്. പുള്ളിക്കാരിയെ വിശ്വസിച്ചാണ് എല്ലാവരും വരുന്നത്. ഒന്ന് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞിരുന്നാൽ അത് ശരിയാകത്തില്ല.